നമസ്കാരം. ഇറാനിൽ ആണവ ബോംബിടാൻ ട്രംപിനെ പുറത്താക്കി അമേരിക്ക. വൈറ്റ് ഹൗസിന്റെ രഹസ്യ ഇടനാഴികളിൽ രൂപപ്പെട്ടത് ചിലപ്പോൾ ലോകത്തെ തന്നെ ചാരമാക്കാൻ ശേഷിയുള്ള ഒരു തീരുമാനമായിരുന്നു. ഡൊണാൾഡ് ട്രംപും ഇറാന്റെ ആണവ നിലയങ്ങളും തമ്മിലുള്ള പോരാട്ടം വെറുമൊരു വാക്കേറ്റമായിരുന്നില്ല എന്നും അതൊരു ആണവ യുദ്ധത്തിന്റെ വക്കോളം എത്തിയിരുന്നുവെന്നും മുൻ CIA ഉദ്യോഗസ്ഥനടക്കം ലാറി ജോൺസൺ വെളിപ്പെടുത്തുകയാണ്. ലോകം ചിലപ്പോൾ അത് വളരെ ഞെട്ടലോടുകൂടി കേൾക്കുന്ന ഒരു സത്യമാണ്. സൈനിക നേതൃത്വത്തെ പോലും മുൾമുനയിൽ നിർത്തിയ നിർണായക നിമിഷങ്ങളിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നാണ്. അമേരിക്കൻ ഭരണകൂടത്തിനുള്ള രഹസ്യ നീക്കങ്ങളിലേക്ക് നമുക്ക് ചിലപ്പോൾ ഒന്ന് നോക്കേണ്ടി വരും. എന്താണ് സംഭവിക്കുന്നത്? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ചുറ്റിപ്പറ്റി ഉയർന്ന പുതിയ ആരോപണങ്ങൾ എന്ന് പറയപ്പെടുന്നത് വൈറ്റ് ഹൗസിലെ തീരുമാനമെടുക്കൽ രീതിയെക്കുറിച്ചും സൈനിക നേതൃത്വവുമായി ഉണ്ടായിരിക്കാമെന്ന സംഘർഷത്തെക്കുറിച്ചും ഇതൊക്കെ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നുണ്ട്. ലാറി ജോൺസൺ ഉന്നയിച്ച അവകാശവാദങ്ങൾ പ്രകാരം ഇറാനെതിരായിട്ടുള്ള സൈനിക നീക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ ട്രംപ് അത്യന്തം കടുത്ത നടപടികൾ പരിഗണിച്ചുവെന്നും അതിൽ ആണവായുധ പ്രയോഗ ചർച്ച വരെ എത്തിയെന്നും പറയപ്പെടുന്നു. സത്യത്തിൽ ഈ വിവാദത്തിന്റെയൊക്കെ തുടക്കമെന്ന് പറയപ്പെടുന്ന ഒരു പോഡ്കാസ്റ്റ് അഭിമുഖത്തിലാണ്. ലാറി ജോൺസൺ ആ പരിപാടിയിൽ സംസാരിക്കുമ്പോൾ വൈറ്റ് ഹൗസിലോ പെന്റഗണിലോ നടന്നതായി പറയുന്ന ഒരു അടിയന്തര യോഗത്തെക്കുറിച്ച് സ്ഫോടനാത്മകമായിട്ടുള്ള പരാമർശങ്ങളാണ് നടത്തിയത്. അദ്ദേഹത്തിന്റെ വാദമനുസരിച്ച് ട്രംപ് ആണവ കോഡുകൾ ഉപയോഗിക്കുവാൻ താല്പര്യം പ്രകടിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അമേരിക്കൻ സൈനിക നേതൃത്വത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ അത് ശക്തമായി എതിർത്തുവെന്നുള്ളതാണ് ആരോപണം. പ്രത്യേകിച്ച് ജോയിന്റ് ചീഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്ൻ ട്രംപിന്റെ നീക്കത്തെ തടഞ്ഞുവെന്നാണ് പറയപ്പെടുന്നത്. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ സ്വാഭാവികമായിട്ടും ലോകശ്രദ്ധ പിടിച്ചുപറ്റും. കാരണം ആണവായുധ പ്രയോഗം വെറും സൈനിക നടപടി മാത്രമല്ല, അത് മനുഷ്യരാശിയുടെ ഭാവിയെ തന്നെ ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള തീരുമാനം കൂടിയാണ് എന്നുള്ളതുകൊണ്ട് അതിനാൽ ഒരു അമേരിക്കൻ പ്രസിഡന്റ് അത്തരം നിർദ്ദേശം നൽകിയെന്ന വാർത്ത പുറത്തു വന്നാൽ അതിന്റെ ആഘാതം ദേശീയ അതിർത്തികൾ കടന്നു പോകുമെന്നതാണ്. എന്നാൽ ഇത്തരം ഒരു വലിയ ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ അമേരിക്കൻ മാധ്യമങ്ങളോ അതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളോ ഇതുവരെ ഈ സംഭവങ്ങളൊന്നും തന്നെ സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഈ കാര്യം സ്ഥിരീകരിക്കുകയാണ്. അതേസമയം ഈ വിവാദത്തിന് മറ്റൊരു തലവും ഉണ്ടായി. ചില റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനിൽ വീണുപോയ അമേരിക്കൻ വിമാനങ്ങളിലെ പൈലറ്റുമാരെ രക്ഷപ്പെടുത്തുവാനുള്ള അതീവ സങ്കീർണ ദൗത്യത്തിനിടെ ട്രംപിനെ സിറ്റുവേഷൻ റൂമിൽ നിന്ന് താൽക്കാലികമായിട്ട് മാറ്റി നിർത്തിയെന്നുള്ളത് പറയപ്പെടുന്നുണ്ട്. അതായത് ഗെറ്റ് ഔട്ട് അടിക്കുക എന്ന് പറയില്ലേ, അത് തന്നെ. വൈറ്റ് ഹൗസിലെ സിറ്റുവേഷൻ റൂം സാധാരണ ഒരു സംവിധാനമല്ല. ദേശീയ സുരക്ഷാ പ്രതിസന്ധികളുടെ സമയത്ത് പ്രസിഡന്റ്, സൈനിക മേധാവികൾ, രഹസ്യാന്വേഷണ തലവന്മാർ എന്നിവർ ചേർന്ന് നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു കേന്ദ്രമാണത്. അത്തരം ഒരു സ്ഥലത്ത് നിന്ന് പ്രസിഡന്റിനെ മാറ്റി നിർത്തി എന്ന വാദം ശരിയാണെങ്കിൽ അത് ഭരണ സംവിധാനത്തിനുള്ളിൽ അസാധാരണമായിട്ടുള്ള അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു നീക്കം ഉണ്ടായിരിക്കാമെന്ന് ചില റിപ്പോർട്ടുകൾ അടക്കം ചോദിക്കുന്നുണ്ട്. അതിവേഗത്തിൽ തീരുമാനങ്ങൾ ആവശ്യമായിട്ടുള്ള രക്ഷാദൗത്യത്തിന്റെ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ പ്രവർത്തനത്തെ ബാധിക്കുമെന്ന ആശങ്ക ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിരിക്കാമെന്നതാണ് ഒരു വ്യാഖ്യാനം. പക്ഷെ ഇത് ഭരണനിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ട്രംപ് കാണിക്കുന്ന പക്വതയില്ലായ്മയും എടുത്തുചാട്ടവും എത്രത്തോളം അപകടകരമാണ് എന്നതിന്റെ സൂചനയാണ് പല വിമർശകരും പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അയാളെ പുറത്താക്കേണ്ടി വരുന്ന ഒരു സമീപനം അമേരിക്കൻ സേനയ്ക്ക് സ്വീകരിക്കേണ്ടി വരുന്നത്. നിർണായകമായിട്ടുള്ള പല സൈനിക രക്ഷാ ദൗത്യങ്ങൾക്കിടയിലും ട്രംപിന്റെ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ദൗത്യത്വത്തിനെ പരാജയപ്പെടുത്തിയേക്കുമെന്ന് ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഭയപ്പെട്ടിരുന്നു. കാരണം ഈ ട്രംപിന്റെ അസ്ഥിരമായിട്ടുള്ള സ്വഭാവം കാരണം പല സുപ്രധാന വിവരങ്ങളും അദ്ദേഹത്തിൽ നിന്ന് മനഃപൂർവ്വം മറച്ചുവെക്കുവാൻ ഉദ്യോഗസ്ഥർ നിർബന്ധിതരായി എന്നതാണ്. ഇവിടെയുള്ള ഒരു വലിയ ചിത്രം അമേരിക്കൻ ഭരണരീതിയും സൈനിക കമാൻഡ് സംവിധാനവുമാണ്. അമേരിക്കയിൽ പ്രസിഡന്റ് സായുധ സേനയുടെ സുപ്രീം കമാൻഡർ ആയിരുന്നാലും നിർണായകമായിട്ടുള്ള സൈനിക തീരുമാനങ്ങൾ പല തലങ്ങളിലൂടെയാണ് നടപ്പാക്കുന്നത്. നിയമപരമായിട്ടുള്ള പ്രക്രിയകൾ, സൈനിക ഉപദേശം, രഹസ്യാന്വേഷണ വിലയിരുത്തലുകൾ, അന്താരാഷ്ട്ര പ്രത്യാഘാതങ്ങൾ ഇവയെല്ലാം പരിഗണിക്കപ്പെടും. അപ്പോൾ അതിനാൽ ഒരു വ്യക്തിയുടെ താല്പര്യം മാത്രം കൊണ്ട് അതീവ ഗുരുതര നടപടികൾ ഉടൻ നടപ്പാകില്ല എന്നർത്ഥം. അപ്പോൾ ഈ സംവിധാനമാണ് പലപ്പോഴും പ്രതിസന്ധികളിൽ സുരക്ഷാ വലയമായിട്ട് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഈ സംഘർഷകാലത്ത് സിവിൽ മിലിറ്ററി ബന്ധങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ മറ്റൊരു കാരണത്താലും ശക്തമായി ഉയരുന്നുണ്ട് എന്നതാണ്. 2026 ഏപ്രിലിൽ യുദ്ധത്തിന്റെ മധ്യത്തിൽ തന്നെ അമേരിക്കൻ സൈനിക മേധാവിയായിട്ടുള്ള ജനറൽ റാൻഡി ജോർജിനോട് സ്ഥാനമൊഴിയാൻ ആവശ്യപ്പെട്ടുവെന്ന റിപ്പോർട്ടുകൾ വലിയ ചർച്ചയായത് നമ്മൾ മറന്നിട്ടില്ല.
പ്രസിഡന്റിനെ രാഷ്ട്രീയ അജണ്ടയുമായി കൂടുതൽ യോജിക്കുന്ന സൈനിക നേതൃത്വത്തെ രൂപപ്പെടുത്തുവാനാണ് ഈ നീക്കമെന്ന് മുൻ ഭരണകൂടവുമായി അടുപ്പമുള്ളവരെ മാറ്റി നിർത്തുവാനുള്ള ശ്രമമാണ് എന്നുമുള്ള വിലയിരുത്തലുകൾ അന്ന് ഉയർന്നു വന്നിരുന്നു. ഔദ്യോഗിക വിശദീകരണങ്ങൾ വ്യത്യസ്തമായിരുന്നാലും യുദ്ധസമയത്ത് ഉയർന്ന ഈ നേതൃമാറ്റ ചർച്ചകൾ ഭരണകൂടവും സൈനിക സ്ഥാപനങ്ങളും തമ്മിലുള്ള വിശ്വാസ ബന്ധത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ കൂടുതൽ ആഴപ്പെടുത്തി എന്നതാണ്. ട്രംപിന്റെ രാഷ്ട്രീയ ശൈലിയും ഈ വിവാദത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നതാണ്. അദ്ദേഹം കടുത്ത ഭാഷയും അപ്രതീക്ഷിത നീക്കങ്ങളും കൊണ്ട് അറിയപ്പെടുന്ന നേതാവാണ്. പിന്തുണയ്ക്കുന്നവർക്ക് അത് ശക്തമായ നേതൃത്വത്തിന്റെ അടയാളമാണ് എങ്കിൽ വിമർശകർക്ക് അത് അപകടകരമായിട്ടുള്ള അനിശ്ചിതത്വമാണ്. ഇറാൻ പോലുള്ള സങ്കീർണ വിഷയങ്ങളിൽ ഈ ശൈലി കൂടുതൽ വിവാദങ്ങൾക്ക് വഴിവെക്കുന്നു എന്നുള്ളതാണ്. അതിനാൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓരോ ആരോപണവും അതിവേഗം ലോകവാർത്തയാകുന്നു. ഇറാൻ അമേരിക്ക ബന്ധത്തിന്റെ പശ്ചാത്തലവും നിർണായകമാണ്. വർഷങ്ങളായി ഉപരോധം, ആണവ കരാർ, തർക്കം, പ്രോക്സി യുദ്ധങ്ങൾ, കടൽ മേഖലാ സംഘർഷങ്ങൾ, മിസൈൽ ആക്രമണങ്ങൾ എന്നിവയിലൂടെയൊക്കെ ഇരു രാജ്യങ്ങളും ഏറ്റുമുട്ടലിന്റെ പാതയിലാണ്. ഈ സാഹചര്യത്തിൽ ചെറിയ തെറ്റിദ്ധാരണ പോലും വലിയ സംഘർഷത്തിലേക്ക് നീക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതിനാൽ വൈറ്റ് ഹൗസിനുള്ളിലെ ചർച്ചകളെ കുറിച്ചുള്ള ഏത് റിപ്പോർട്ടും അന്താരാഷ്ട്ര വിപണികളിലും നയതന്ത്ര വൃത്തങ്ങളിലും വലിയ ശ്രദ്ധ നേടുന്നു എന്നുള്ളതാണ്. അതേസമയം യുദ്ധത്തിന്റെ മറ്റൊരു മറവിലുള്ള കഥ അമേരിക്കയുടെ ആയുധ ശേഖരത്തിലാണ്. ആദ്യഘട്ടത്തിൽ അമേരിക്കയ്ക്ക് സാങ്കേതിക മേൽക്കൈ വ്യക്തമായിരുന്നു. അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ദൂരപ്രഹരശേഷിയുള്ള കൃത്യത മിസൈലുകൾ, നാവികസേനയുടെ ആഴമുള്ള സാന്നിധ്യം ഇവയെല്ലാം അമേരിക്കയ്ക്ക് മേൽക്കൈ നൽകിയെന്നുള്ളതാണ്. എന്നാൽ യുദ്ധം നീണ്ടതോടെ മറ്റൊരു യാഥാർത്ഥ്യം വ്യക്തമാവുകയാണ്. ഏറ്റവും ശക്തമായ സൈനിക ശക്തിക്ക് പോലും ശേഖരം എന്ന് പറയപ്പെടുന്ന അനന്തമല്ല എന്ന് പറയട്ടെ. പ്രതിരോധത്തിനും ആക്രമണത്തിനും ഒരുപോലെ വൻതോതിൽ ആയുധങ്ങൾ ചിലവഴിക്കേണ്ടി വന്നതോടെ സ്റ്റോക്കുകൾ പുനഃപൂരിപ്പിക്കൽ വലിയ വെല്ലുവിളിയായി തീരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് അമേരിക്ക എത്തിച്ചേർന്നു. അമേരിക്കയുടെ പാട്രിയോട്ട് മിസൈൽ സിസ്റ്റം ഇന്റർസെപ്റ്ററുകൾ ഏകദേശം പകുതി ഇതിനകം തന്നെ ഉപയോഗിച്ചു കഴിഞ്ഞതാണ്. ശത്രു മിസൈലുകളെയും ഡ്രോണുകളെയും തടയാൻ നിർണായകമായിട്ടുള്ള ഈ സംവിധാനം നിരവധി മേഖലകളിൽ ഒരേ സമയം ആവശ്യമായതിനാൽ അതിന്റെ ക്ഷയം എന്ന് പറയപ്പെടുന്ന ആശങ്കയുണ്ടാക്കുന്നു. അതുപോലെ തന്നെ ഉയർന്ന തലത്തിലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനമായിട്ടുള്ള താറ്റ് ഇന്റർസെപ്റ്ററുകളിലും പകുതിയിലധികം ഉപയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് വെറും സംഖ്യകളല്ല. ഭാവിയിൽ മറ്റൊരു സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടാൽ ഉടൻ വിന്യസിക്കുവാനുള്ള കരുത്ത് എത്രമാത്രം ബാക്കിയുണ്ട് എന്നുള്ള ചോദ്യമാണ് ഇതിലൂടെ വരുന്നത്. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് ലാറി ജോൺസന്റെ ആരോപണങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ട സത്യമായി കാണാൻ ആവില്ല എന്നതാണ്. പക്ഷെ അവ പൂർണ്ണമായിട്ടും അവഗണിക്കുവാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അതിനുമാവില്ല. കാരണം ഒരു വലിയ ചോദ്യത്തെ അവ മുന്നോട്ട് വെക്കുന്നു. പ്രതിസന്ധി കാലങ്ങളിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള രാജ്യത്തിന്റെ തീരുമാനമെടുക്കൽ സംവിധാനം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത്, പ്രസിഡന്റും സൈനിക നേതൃത്വവും തമ്മിലുള്ള ബന്ധം എത്രത്തോളം നിർണായകമാണ് എന്നുള്ളത്, രാഷ്ട്രീയ ആവേശവും തന്ത്രപരമായിട്ടുള്ള ശാന്തതയും തമ്മിലുള്ള സന്തുലിതാവസ്ഥ എങ്ങനെ നിലനിർത്തുന്നു എന്നുള്ളത്. ചുരുക്കത്തിൽ ഈ വിവാദം തെളിയിക്കുന്നത് ഒരു കാര്യം മാത്രമാണ്. ആധുനിക ലോകത്തിൽ യുദ്ധഭീഷണി പലപ്പോഴും യുദ്ധഭൂമിയിൽ മാത്രമല്ല അധികാര കേന്ദ്രങ്ങളിലെ അടച്ചിട്ട മുറികളിലും രൂപപ്പെടുന്നു. അവിടെ എടുത്തോ തടഞ്ഞോ പോകുന്ന തീരുമാനങ്ങളാണ് കോടിക്കണക്കിന് ജനങ്ങളുടെ ഭാവിയെ സ്വാധീനിക്കുന്നത്. എന്നാൽ ഇന്നത്തെ ലോകത്തിൽ അതിന് കൂട്ടായിട്ടുള്ള മറ്റൊരു സത്യവും നിലനിൽക്കുന്നു. യുദ്ധം തീരുമാനങ്ങളാൽ മാത്രം ജയിക്കപ്പെടുന്നില്ല എന്നുള്ളത്. അത് വിഭവങ്ങളാലും ശേഖരങ്ങളാലും സ്ഥിരതയാലും നിർണ്ണയിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെക്കുറിച്ചുള്ള സത്യം എന്താണ് എന്ന പോലെ തന്നെ അമേരിക്കൻ ശക്തിയുടെ യഥാർത്ഥ അവസ്ഥ എന്താണ് എന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. അതുകൊണ്ട് ഇറാനെ ആണവ ബോംബിട്ട് നശിപ്പിക്കുവാൻ ശ്രമിച്ച ട്രംപിന്റെ ബുദ്ധി അതൊരു കാഞ്ഞ ബുദ്ധിയാണെന്ന് തിരിച്ചറിയാൻ അമേരിക്കൻ പടയ്ക്ക് കഴിഞ്ഞു. അതുകൊണ്ടാണ് അമേരിക്കൻ സേന ട്രംപിനെ പുറത്താക്കിയത് എന്നുള്ളതാണ്. അന്ന് വാർ റൂമിൽ നിന്നും ട്രംപിനെ പുറത്താക്കിയിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് കരഞ്ഞു പറയുവാൻ ആണവ ബോംബിന്റെ നാശനഷ്ടങ്ങളിൽ കുടുങ്ങുന്ന മറ്റൊരു രാജ്യം കൂടി ഉണ്ടായനെ, ഇറാൻ.